കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മിങ്ങിന്റെ അമ്മ കാരണം ഷാൻഷയുടെ ഫ്രണ്ട്സ് എല്ലാം പൈസ ഇല്ലാത്ത നിലയിലാവും. അത് കാരണം ഹുവാങ്ങും ഫാമിലിയുടെ സ്ഥലമിടാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഷാൻഷയെ അവരെ തടഞ്ഞിട്ട് നേരെ ഭക്ഷണം സോൾവ് ആക്കാൻ വേണ്ടി മിങ്ങിന്റെ അമ്മയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടുത്തെ ബോഡി ഗാർഡ് നമ്മുടെ ഷാൻഷയെ ചെക്ക് ചെയ്യുമ്പോൾ അവൾ ആ ബാഗ് എടുത്ത് കൊടുത്തിട്ട് എന്നാ എന്റെ ഒന്നുമില്ല എന്നിട്ട് അവൾ അകത്തേക്ക് കയറി അമ്മയുടെ വഴക്കുണ്ടാക്കും. നിങ്ങൾക്ക് എന്നോടല്ല പ്രശ്നം, എന്റെ ഫ്രണ്ട്സിന്റെ ഫാമിലി എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇതിന് അവൾ വയ്ക്കുമ്പോൾ അമ്മ ആറ്റിറ്റ്യൂഡോടെ ഓ ഷാൻഷായി ഇത്രയും പെട്ടെന്ന് എത്തും ഞാൻ വിചാരിച്ചു നോക്കിയില്ലല്ലോ. ഇതിന് അവരൊരു ആക്കിയ രീതിയിൽ തന്നെ ഷാൻഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും നിങ്ങൾക്കിപ്പോ എന്തോ വേണ്ട, ഞാൻ മിങ്ങിന്റെ അടുത്ത് അകന്നോണം അത്രയല്ലേ ഉള്ളു. എങ്കിൽ ശരി, ഇനി തൊട്ട് ഞാൻ മിങ്ങിനെ കാണുന്നില്ല മതിയോ. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ എന്റെ ഫ്രണ്ട്സിനെ വെറുതെ ഇട്ടേക്കണം, നിങ്ങൾക്ക് എന്നോടല്ല പ്രശ്നം, ഞാൻ ഇനി മിങ്ങിനെ മൈൻഡ് പോലും ചെയ്യത്തില്ല. എന്നിട്ട് അവളും പറഞ്ഞോടെ ഇത് കേട്ട് അമ്മയും ചിരിച്ചോണ്ട് അവരുടെ അസിസ്റ്റന്റിനെ ഫോൺ വിളിച്ച് ഷാൻഷായുടെ ഫ്രണ്ട്സിന്റെ പ്രശ്നമെല്ലാം സോൾവ് ആയി കൊടുക്കും. അപ്പോഴാണ് അവളേക്ക് എന്നിട്ട് അമ്മയും ഓ ഷാൻഷായി നീ ഇതൊരു പോയില്ലേ, ഞാൻ വിചാരിച്ചു നിന്റെ ഡയലോഗ് കേട്ട് ഇപ്പൊ തന്നെ പോവായിരിക്കുന്നു, നിന്റെ ഫ്രണ്ട്സിന്റെ പ്രോബ്ലം ഇപ്പൊ സോൾവ് ആയി. എന്നിട്ട് അമ്മയും പറഞ്ഞോടെ പെട്ടെന്ന് ഷാൻഷായി അവിടുന്ന് ലഗേജ് ഒക്കെ എടുത്ത് അവളുടെ അമ്മയച്ഛൻ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് പോകാൻ തയ്യാറാകും. അങ്ങനെ രാത്രിയോടെ പുറത്ത് ഷാൻഷായി ലഗേജ് എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോഴാണ് കട്ടയ്ക്ക് മഴ ചെയ്യുന്നത്. അപ്പോഴാണ് അതേസമയം തന്നെ അവിടേക്ക് നമ്മുടെ മിങ് വരുന്നത്. അങ്ങനെ ഇവളുടെ കയ്യിലെ ലഗേജ് ഒക്കെ ഉണ്ടാവനും ഷാൻഷായി നീ ലഗേജ് ഒക്കെ ആയിട്ട് ഈ മഴയത്ത് എവിടെ പോകുന്നു എന്ന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും മിങ് ഇനി തൊട്ട് നീ എന്റെ പോലെ നടക്കണ്ട, നിന്റെ അമ്മ പറയുന്ന പോലെ ഒരു പെണ്ണിനെ കിട്ടുന്നതായിരിക്കും നിനക്കും നല്ലത്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ഷാൻഷായി എന്റെ അമ്മ നിന്നോടെല്ലാം പറഞ്ഞോ, ഞാൻ പോയി വേണേൽ സംസാരിക്കാം. എന്നിന് അവനും പോകാൻ നോക്കുമ്പോഴാണ് ഷാൻഷായി തടഞ്ഞിട്ട് മിങ് നിന്റെ അമ്മയോടെല്ലാം ഞാൻ സംസാരിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തി, ഇനി ഞാൻ കാരണം എന്റെ ഫ്രണ്ട്സിനൊന്നും പ്രശ്നം വരല്, നമ്മൾ തമ്മിൽ ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്റെ ഫ്രണ്ട്സ് അവിടെ കഷ്ടപ്പെടുക, അതുകൊണ്ട് ഞാൻ തീരുമാനം എടുത്ത് ഞാൻ എന്നെ തൊട്ട് നിന്നെ ശല്യപ്പെടുത്തില്ലെന്ന്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ദേഷ്യത്തി ഷാൻഷായി ഇതായിരുന്നു പ്രശ്നം, നിന്റെ ഫ്രണ്ട്സിനൊന്നും ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം, നിനക്ക് എന്നെ വിശ്വാസമില്ല. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഷാൻഷായി മനസ്സിൽ വിചാരിക്കുന്നത് മിങ് എനിക്കറിയാം നീ എന്നെ സഹായിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നു, പക്ഷെ ഞാൻ കാരണം ഇനി നിനക്ക് പ്രശ്നങ്ങൾ വരണ്ട. എന്നിന് അവളും മനസ്സിൽ വിചാരിച്ചിട്ട് അവനോടൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് മിങ്ങും ഷാൻഷായി അപ്പൊ നീ ഈ പ്രശ്നം കാരണമാണോ എന്നെ വിട്ടിട്ട് പോന്നെ. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും മിങ് അത് മാത്രമല്ല ഇത്രയും ദിവസം ഡേറ്റ് ചെയ്ത് എനിക്ക് ഇതിന് ഇഷ്ടപ്പെട്ടില്ല, ഒരു പക്ഷേ എനിക്ക് ഇതിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്ത് ഭക്ഷണം വന്നാലും എല്ലാം ഫേസ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇരുന്നേനെ. എന്നിന് അവളും പറഞ്ഞ് നടക്കും. അങ്ങനെ ഇത് കണ്ട് അവന് വിഷമിച്ച് ഷാൻഷായി ഷാൻഷായി എന്ന് വിളിക്കുമ്പോഴാണ് അവളും തിരിഞ്ഞു നോക്കാതെ ഷാൻഷായി തിരിഞ്ഞു നോക്കിയ ഒരു നിന്റെ മനസ്സ് മാറും, അതുകൊണ്ട് അതൊന്നും കേൾക്കാതെ നീ ഇവിടെ നിന്ന് പോയിക്കോ. എന്നിന് അവളും വിചാരിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഈ വിഷയത്തോടെ നമ്മുടെ മിങ് മൊത്തം തകർന്നുപോയി, അവന്റെ പഴയ ക്യാരക്ടറൊക്കെ തിരിച്ചു വരാൻ തുടങ്ങും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഷാൻഷായി ഇങ്ങനെ പെട്ടെന്ന് നാട് വിട്ട് കാര്യം അറിഞ്ഞ് അവന്മാരെല്ലാം മിങ് വരുന്നുണ്ട് ചോദിക്കും എടാ മിങ് നിനക്ക് ഷാൻഷായിക്ക് എന്തോടാ പ്രശ്നം, അവളെ കാണാനല്ലല്ലേ നീ ആയിരിക്കും വഴക്കുണ്ടാക്കിയ. എന്നിന് അവന്മാരെ പറയുമ്പോഴാണ് അവനും ദേഷ്യത്തി ആ ഞാനാ പ്രശ്നം ഉണ്ടാക്കിയ, ഇനി തൊട്ട് ഞങ്ങൾ തമ്മിലൊന്നും മീറ്റ് ചെയ്യത്തില്ല മതിയോ. എന്നിന് അവനും ദേഷ്യത്തെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് അവന്മാരെല്ലാം എടാ നമ്മൾ ചുമ്മാ തമാശക്ക് അറിഞ്ഞല്ലേ ഇവനെന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഏതിന് അവന്മാരെല്ലാം മനസ്സിലാവാതിരിക്കും. അതേസമയം ഷാൻഷാ പോയി അറിഞ്ഞ് ചെന്നല്ലിയും ഹുവാങ്ങും കൂടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. ഹുവാങ് നീയല്ലേ ഷാൻഷയുടെ ബെസ്റ്റ് ഫ്രണ്ട്, അവൾ എവിടെ പോയി നിനക്കറിയാം. എന്നിനെ ചെൻ ചോദിക്കുമ്പോഴാണ് അവളും ആ എനിക്കും അറിയത്തില്ല, അവളുടെ പാരന്റ്സിന്റെ വീട്ടിൽ പോയാലും അതെവിടാന്ന് എനിക്ക് അറിയത്തില്ല. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ചെന്നിൻ ദേഷ്യത്തി ഈ ഷാൻഷ എന്തിനാ ആ മിങ്ങിനെ സ്നേഹിച്ച, ഇത്രയും കാലം കൂടെ നടന്നിട്ട് അവൾക്ക് എന്നെ സ്നേഹിക്കാൻ തോന്നില്ല, മിങ്ങിനെക്കാളും ഞാനാ ബെറ്റർ. എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് ഹുവാങ്ങും ചിരിച്ചോണ്ടിരിക്കും. അപ്പനാണ് അവനത് കണ്ട് ഹുവാങ് നിനക്കൊന്ന് ചിരി വരുന്ന ഞാൻ പറയുന്ന കേട്ട്. എന്നിന് അവനും ചോദിച്ചാട് അവളും അല്ല എന്തായാലും ഷാൻഷയ്ക്ക് ആരിഷ്ടമാന്ന് അവളല്ലേ തീരുമാനിക്കണ്ടേ, ഫോഴ്സ് ചെയ്തൊന്നും സ്നേഹം വരുത്തില്ലല്ലോ. എന്നിന് അവനെ പറഞ്ഞ് സമ്മാനപ്പെടുത്തും. അതിനുശേഷം ചെന്നും ഹുവാങ്ങും കൂടെ ഷാൻഷയെ ഫോണൊക്കെ വിളിച്ചു നോക്കിയിട്ട് അവൾ എടുക്കാത്തോണ്ട് ഇവരുടെ നടന്നു വരുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ഞാൻ അവിടേക്ക് പോകുന്നത്. ഇത് കണ്ട് ചെന്നും അടമോനെ ഷാൻഷയെ കുറിച്ചെല്ലാം വിവരം കിട്ടിയോ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഞാനും നീ ഇപ്പൊ എന്തോ വിളിച്ച മോനെ എന്നോ. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ചെന്നും പിന്നല്ലാതെ നമ്മളെ കെഫോറല്ലേ മറന്നുപോയോ. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഞാനും ഈ ഒരു തവണ രക്ഷോട്ടെന്ന് പറഞ്ഞിട്ട് അവന് മൈൻഡ് ചെയ്യാതിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വേറൊരു പെണ്ണ് കേക്ക് എടുത്തോണ്ട് ഷാൻഷാ പോയ ഗ്യാപ്പിൽ നമ്മുടെ മിങ്ങിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ ഇപ്പം നമ്മുടെ മിങ് ഇരിക്കുന്നത് ഫുൾ ദേഷ്യത്തിലായതുകൊണ്ട് ആ കേക്ക് എടുത്ത് അവളുടെ വേസ്റ്റ് തന്നെ അടിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇത് കണ്ടിട്ട് അവിടെ ഇരിക്കുന്നില്ല സംസാരിക്കും ഓ മിങ് ആദ്യം ഈ കോളേജ് വന്നപ്പോ എങ്ങനെയായിരുന്നു അതേപോലെ ഇപ്പം. എന്നിന് അവരൊക്കെ പറയുന്ന നമ്മുടെ ഞാനും കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഒരു സൈഡ് നമ്മുടെ മിങ്ങിന്റെ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗ്യാപ്പിൽ റിലാക്സ് ആകാൻ വേണ്ടി നമ്മുടെ ഫെങ്ങും സൈനയായിട്ടൊക്കെ ഡേറ്റിംഗ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ചോദിക്കുന്നത് ഫെങ് നീ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിരുന്നില്ലല്ലോ, അല്ലെ അറ്റ്ലീസ്റ്റ് സർപ്രൈസിംഗിലും ചെയ്യണ്ടേ എന്തോ ഇത്. എന്നിന് അവളും പറയുമ്പോഴാണ് പെട്ടെന്ന് അവനും അവളുടെ കണ്ണടച്ചോണ്ട് പുറത്തേക്ക് പോയിട്ട് സൈന ഇപ്പൊ നീ കണ്ണു പറഞ്ഞ. എന്നിന് അവന്റെ ഹൃദയം അവൾക്ക് വേണ്ടി തുടിക്കുന്ന കണക്ക് ഒരു വൺ സെറ്റപ്പ് നമ്മുടെ ഫെങ് ചെയ്ത് വെച്ചേക്കും. ഇത് കണ്ടതോടെ നമ്മുടെ സൈന മൊത്തം ഇംപ്രസ് ആകും. അപ്പോഴാണ് ആ ചാൻസ് യൂസ് ചെയ്ത് ഫെങ് അവളെ കിസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഷാൻഷായും അവരുടെ നാട്ടിലേക്ക് എത്തുമ്പോഴാണ് അവൾ ഒന്നറിഞ്ഞ് അമ്മയെ അടുത്തേക്ക് ചെന്ന് ഷാൻഷായി നിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞു നീ എന്തോ ഒന്നും പറയാതെ നാട്ടിലേക്കൊന്ന്. ഇതിന് അമ്മ വയ്ക്കുമ്പോഴാണ് അവളും അമ്മേ സ്കൂളിൽ നിന്ന് റിസർച്ചിന് വേണ്ടി ഞാൻ ഇവിടേക്ക് വന്ന് ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെ താമസിക്കാൻ പോകുന്നു. എന്നിന് അവൾ പറഞ്ഞ് വിശ്വസിച്ച് അമ്മ അവിടെ നിന്ന് അവളുടെ ലഗേജ് ഒക്കെ എടുത്തോണ്ട് പോകും. അതേസമയം നമ്മുടെ ഫെങ്ങും സൈനിക്ക് അവനോട് ഇഷ്ടമുണ്ടല്ല എന്നറിയാതെ അവനെ കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ഹുവയാനും കൂടെ അടുത്തേക്ക് വന്നിട്ട് എടാ നിനക്കെന്തോടെ പ്രശ്നം, അവിടെ അടുത്ത് മിങ് ആരോടും മിണ്ടാതെ കട്ടക്കലിപ്പിരിക്കുന്നു, നീ അവനെ പോയി നാകാൻ പോവാണോ. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഫെങ്ങും എടാ നീ എന്നെ സഹായിക്കടാ, അവൾക്ക് എന്നെ ഇഷ്ടമാണ് അല്ലേ, അന്നൊരു ദിവസം ഫോൺ വിളിച്ചപ്പം എന്നെ ഇഷ്ടമുള്ള രീതിയിലാണ് സംസാരിച്ചത്, പക്ഷെ എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നില്ല, ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ. ഏതിന് അവളെ കുറിച്ച് തന്നെ ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ അവസ്ഥ കണ്ടിട്ട് ഞാനും എടാ ഫെങ് ഞാൻ പറയുന്നേക്ക് ആ സൈൻ അല്ലെങ്കിൽ വേറൊരു പെണ്ണ് നീ എന്തിനാ അവളെ തന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും
വന്നിരിക്കുന്നത്. അവളാണ് നീ കഷ്ടപ്പെടുത്തേ ഉള്ളു, അവളൊക്കെ നീ മറന്നാളാ. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഫെങ്ങും ദേഷ്യത്തി എടാ നീയൊക്കെ ഒരു ഫ്രണ്ട് ആണോടാ അവളെ മറക്കാൻ പറയുന്നത്. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഹൂയും ഫെങ് അവൻ നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞു. എന്നിന് അവന്മാരുടെ കൂടെ അവനെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം ഷാൻഷയുടെ അമ്മയും അവളുടെ ലക്കേജ് ഒക്കെ നോക്കുമ്പോഴാണ് അതിൽ നിന്ന് നെക്ലസ് കിട്ടുന്നത്. അങ്ങനെ അതെടുത്തോണ്ട് ഷാൻഷയുടെ അടുത്തേക്ക് വന്നിട്ട് മോളെ ഇതാറ് നെക്ലസാ. എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും അമ്മ നിങ്ങൾ എന്തിനീ തൊട്ടെ, ഇത് എന്റെ അല്ല, ഇതിന്റെ ഓണറെ തിരിച്ചു കൊടുക്കാനുള്ള. എന്നതിനെ മിങ്ങിനെ ഉദ്ദേശിച്ച് പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയ്ക്ക് മനസ്സിലായി ഷാൻഷായി സത്യത്തിൽ നിനക്ക് എന്താ പ്രശ്നം, നിനക്കും മിങ്ങും തമ്മിൽ വല്ല വഴക്കുണ്ടായോ. എന്നതിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും അമ്മേ ഞാൻ പറഞ്ഞില്ല ഞാൻ റിസർച്ചാറിന് ഇവിടേക്ക് വന്ന്, കൂടാതെ മിങ്ങിനെ കുറിച്ച് ഇന്നും സംസാരിക്കണ്ട, ഞാൻ അവനായിട്ട് ബ്രേക്കപ്പ് ചെയ്ത്. എന്നവളും അറിയാം. ഇത് കേട്ട അമ്മയും വീണ്ടും ബ്രേക്കപ്പോ ഷാൻഷായി നിങ്ങൾ എത്ര പ്രാവശ്യം ബ്രേക്കപ്പ് ചെയ്യും, നിങ്ങൾക്ക് എന്നെ ബോർ അടിക്കുന്നില്ല. എന്നതിന് അമ്മ കളിയാക്കുമ്പോഴാണ് അവളും അമ്മേ ഈ തവണ ഞാൻ റിയൽ ആയിട്ട് ബ്രേക്കപ്പ് ചെയ്ത്, ഇനി എനിക്ക് അവനായിട്ട് ഒരു കോൺടാക്ട് ഇല്ല. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട അമ്മയും ദേശത്തി ഷാൻഷായി നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവനൊരു നല്ല പയ്യനാ, അവനെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അത്ര ശരിയല്ല, കൂടാതെ റിസർച്ചിന് വേണ്ടിയല്ലേ ഇവിടെ വന്ന്, അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ നോക്ക്. ഇതിന് അമ്മയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇത് കേട്ട് ഷാൻഷായി വീണ്ടും മിങ്ങിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ തുടങ്ങും. അതേസമയം ഞാനും ഫെങ്ങിനോടൊന്ന് പറയും എടാ ഈ മിങ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യുന്നില്ല, ആ മൊത്തത്തിൽ മാറി, എനിക്കാണ് ഈ F4 പിരിഞ്ഞു പോകുന്ന ഒരു വിഷമമുണ്ട്. എന്നിട്ട് ഇവരെന്തേലും കൂടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം മിങ്ങിനെ പഴയതുപോലാക്കാൻ വേണ്ടി ഇവെല്ലാം ഫ്രണ്ട്സ് ആയിട്ട് ഒരു ഗ്യാങ് ആയി മിങ്ങിനെ സന്തോഷിപ്പിക്കാൻ നോക്കും. എടാ മിങ് നിന്റെ മുടി എന്തോട് അങ്ങനെ ഇരിക്കുന്നത്, പൈനാപ്പിൾ വെട്ടിവെച്ചോലെ. ഇതിന് അവന്മാരെല്ലാം കളിയാക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും ദേഷ്യത്തി സോറി ഗ്യാസ് ചിരിയൊന്നും വരുന്നില്ല. ഇതിന് അവനും ദേഷ്യത്തി അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഞാനും ഫോളോ ചെയ്തിട്ട് എടാ മിങ് നിനക്ക് എന്തോടെ പ്രശ്നം, ഫോൺ വിളിച്ചാലും എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാലും റിപ്ലൈ ചെയ്യുന്നില്ല, നീയൊക്കെ ഒരു ഫ്രണ്ട് ആണോ, വെറുതെ നിന്നെ ഓവർ ആക്ട് ചെയ്യുന്നത്. ഇതിന് അവനും ചൂടാകുമ്പോഴാണ് മിങ്ങും ദേഷ്യത്തി അവനായിട്ട് അടിക്കുന്നത്. അവസാനം മിങ് തന്നെ നിർത്തിയിട്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഫെങ് അടുത്തേക്ക് വരുമ്പം ഞാനും പറയുന്നത് എടാ എനിക്കൊന്നും ഇനി F4 ആവശ്യമില്ല, അവൻ എങ്ങനെ വേണമെങ്കിലും പോട്ട്, ഞാൻ അവനോട് ഇനി മിണ്ടാൻ പോകുന്നില്ല, ആര് നീയാ. ഇതിന് ഞാൻ കളിയാക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി എടാ ഞാൻ സീരിയസ് ആയിട്ട് പറയാടാ, ഞാൻ അവനോട് മിണ്ടത്തില്ല. ഇതിന് അവനും പറയുമ്പോഴാണ് ഫെങ് അവനെ സമ്മാനപ്പെടുത്തി അവിടെ നിന്ന് വിളിച്ചോണ്ടുപോകും. അതിനുശേഷം സൈനയോ ബിസിനസ്സുകാരിയായിട്ട് മറ്റവനോട് ക്ലോസ് ആയിട്ടിരിക്കുമ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് ഫെങ്ങും ദേഷ്യത്തി സൈനയ്ക്കൊക്കെ ഫോൺ വിളിച്ചു നോക്കും. പക്ഷെ അവൾ വർക്കാരായിട്ട് ബിസി ആയതുകൊണ്ട് അവന്റെ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. അങ്ങനെ അത് കാരണം അവനും ദേഷ്യത്തിരിക്കുമ്പോഴാണ് ഇവനെ മൈൻഡ് ചെയ്യാതെ അവരുടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവരുടെ ഒരു മൊബൈൽ തട്ടി വിളിച്ചിട്ട് ഫെങ്ങും ദേഷ്യത്തി എടാ ഞാനിങ്ങനെ മൂഡ് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു, എന്തോ കാരണമൊന്നും ചോദിക്കുന്നില്ലല്ലേ. എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവൻ വരും എന്തോ ചോദിക്കാനാ, നീ ഫെങ് ഇതേപോലെ ഇരുന്ന് ഞങ്ങൾ എന്തോ ചെയ്യാനാടാ, എന്തായാലും നിന്നേക്കാളും ഭേദം ആ മിങ്ങ. എന്നിങ്ങനെ ഞാനും പറയുമ്പം ഇത് കേട്ട് ഫെങ്ങിനും ദേഷ്യം വരും. അതേസമയം ഷാൻഷയും ചുമ്മാ ഇരിക്കാതെ അവളുടെ അച്ഛനമ്മ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുറത്തൊരു നൂഡിൽസ് കടയൊക്കെ ഓപ്പൺ ചെയ്യും. അങ്ങനെ അവരുടെ ഫുഡ് ഇഷ്ടപ്പെട്ട് കുറെ ആൾക്കാർ അവിടെ വരുമ്പോഴാണ് ഇതറിഞ്ഞ ആ വീടിന്റെ ഓണർ അടുത്തേക്ക് വന്നിട്ട് അമ്മോളെ നിന്റെ പാചകമെല്ലാം കിടിലാണല്ലേ, എങ്കിൽ ശരി ഒരു പ്ലാൻ ചെയ്യാം, ഇനി തൊട്ട് നിങ്ങൾ എനിക്ക് ഫുഡ് ഫ്രീ ആയിട്ട് തരണം, അതിന് പകരം നിങ്ങൾ വാടക തരണ്ട. ഇതിന് അവരും പറഞ്ഞവിടെ ഇത് കേട്ട് ഷാൻഷയ അമ്മയും കൂടെ സന്തോഷപ്പെടും. അതിനുശേഷം നമ്മൾ ഹുവയും മിങ്ങിനെ കാണാൻ വേണ്ടി എന്റെ വീട്ടിൽ പോകുമ്പോഴാണ് അമ്മമ്മ അവനെ കണ്ടിട്ട് പറയും ഹുവ നീയെങ്കിലും പോയി മിങ്ങിനെ സമ്മാനപ്പെടുത്ത്, അവർ രാവിലെ തൊട്ട് ഫുഡ് പോലും കഴിച്ചിട്ടില്ല, ഈ പാലെങ്കിലും കൂടി. ഇതിന് അമ്മമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ആ പാലെടുത്തോണ്ട് മിങ്ങിനെ കാണാൻ വേണ്ടി പോകും. എടാ മിങ് എന്തോ പരിപാടി, ഫെങ് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചാലും വിളിച്ചാലും നീ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ അറിഞ്ഞല്ല, അതെന്തോ പറ്റി, നീയല്ലേ മുമ്പ് പറഞ്ഞ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന്, ഇന്നാ ഈ പാലെടുത്തോടി. എന്നിന് അവനും പറയുമ്പോഴാണ് ആരും പറഞ്ഞേക്കാത്ത നമ്മുടെ മിങ് ഹുവ പറഞ്ഞോടെ അവനെ സമാനായി പഴയതുപോലെ അവരോട് എൻജോയ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ഇവെല്ലാം പുതിയ കോട്ട് വാങ്ങിച്ചോണ്ട് ഫൺ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോഴാണ് ഫെങ് ആ ചാൻസ് യൂസ് ചെയ്ത് ഒരു കോട്ട് എടുത്തോണ്ട് നമ്മുടെ സൈനയെ വിളിക്കാൻ വേണ്ടി പോകും. അതിന് ശിവരെല്ലാരും കൂടെ ഇങ്ങനെ സന്തോഷമായിട്ട് പുറത്തേക്ക് ചുറ്റി കറങ്ങുമ്പോഴാണ് മിങ് മാത്രം അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. സൈന അടുത്തേക്ക് വരും. മിങ് നിനക്ക് ഷാൻഷയും തമ്മിലുള്ള പ്രശ്നം ഞാൻ അറിഞ്ഞായിരുന്നു, നീ അവൾക്ക് കുറച്ച് സമയം കൊടു, അവൾ നിന്നെ മനസ്സിലാക്കി തിരിച്ചു വരും. എന്നിന് അവൻ അഡ്വൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അതിന് ശിവര് മൂന്നുപേരും കൂടെ കോളേജിലേക്കുള്ള റിപ്പോർട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫെങ് മാത്രം സന്തോഷത്തോടെ സൈനയെ കുറിച്ച് കുറെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതേസമയം ഇവന്മാർ രണ്ടുപേരും അത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് ഇത് മനസ്സിലാക്കിയവനും എന്തോടാ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കുവാണോ, ഇവിടെ ഞാൻ എത്ര സന്തോഷത്തോടിരിക്കുക, നിനക്കൊക്കെ എന്തോ ചിരി വരുന്നു. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഹുവയും ചിരിച്ചോണ്ട് ആണോടെ എനിക്ക് ചിരി വരുന്നത്. എന്നിന് അവനും കളിയാക്കും. ഇത് കേട്ട് ഫെങ്ങും ദേഷ്യത്തി അവനായിട്ട് അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഞാനും എടാ ഫെങ് അപ്പൊ സത്യത്തിൽ നീ ആ സൈനെ സ്നേഹിക്കുന്നുണ്ടോ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഫെങ്ങും പറയുന്നത് പിന്നല്ലാതെ എനിക്ക് അവൾ ഒത്തിരി ഇഷ്ടം, അവളുടെ സ്മൈൽ കണ്ടാൽ തന്നെ ഞാൻ വീണു. എന്നിന് അവനും പറയുമ്പോഴാണ് പെട്ടെന്ന് അതേ സമയം തന്നെ സൈന അവനെ വിളിച്ചിട്ട് അവളുടെ കൂടെ ഒരു കോമ്പറ്റീഷൻ വരാൻ പറയും. ഇത് കേട്ട് ഫെങ് സന്തോഷത്തി ഗൈസ് എനിക്ക് ഡേറ്റിങ്ങിനുള്ള സമയമായി, ഞാൻ പോവാ. എന്നിന് അവനും പോകാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ടവന്മാരും എടാ നീ കോളേജിലേക്കുള്ള റിപ്പോർട്ട് തരുന്നില്ല എന്നിന് അവന്മാരായിരിക്കും. അപ്പോഴാണ് അവനും തിരിച്ചോണ്ട് ഗൈസ് നിങ്ങളെ പോലെ ഫ്രണ്ട്സ് കിട്ടിയത് എന്റെ ഭാഗ്യ, രണ്ടുപേരും കൂടെ എന്റെ റിപ്പോർട്ട് ചെയ്തേക്ക്, ഞാൻ പോവാ. എന്നിന് നൈസിന് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.